അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ഏറെ ബഹുമാന്യനായ ഇമാം അക്ബർ സാഹിബ്, ബാക്കവി സാഹിബ്, അവിനാഷ് മൂസ സാഹിബ്, ഈരാറ്റുപേട്ടയിലെ ഉലമാക്കളും ഉമറാക്കളുമായ വേദിയിലുള്ള മറ്റു മഹത്തുക്കളെ, ഈരാറ്റുപേട്ടയിലും പരിസരങ്ങളിലുമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാസ്തികത, യതീസം എന്നതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നേരത്തെ ഇമാം അക്ബർ സാഹിബ് സൂചിപ്പിച്ചതിൻ്റെ തുടർച്ചയായി ലിബറലിസത്തിലേക്ക് പ്രവേശിക്കാം. യതീസത്തിന് സ്വന്തമായൊരടിത്തറയുമില്ല. അതൊരാദർശമോ ജീവിത രീതിയോ തത്വശാസ്ത്രമോ പ്രത്യയശാസ്ത്രമോ സിദ്ധാന്തമോ ഒന്നുമല്ല. അതൊരു നിഷേധമാണ്. ആർക്കും എന്തിനേയും നിഷേധിക്കാം. ദൈവമില്ല, മതങ്ങൾ പറയുന്നത് പൊള്ളാൻ. ഇത്രയേ ഉള്ളൂ നിരീശ്വരവാദം എന്ന് പറയുന്നത്. അതുകൊണ്ടെന്താ കാര്യം? ദൈവമില്ല, മതങ്ങൾ ശരിയല്ല എന്ന് പറയുന്നത് കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ ഒരു വഴി ലഭ്യമാവുകയില്ല. മനുഷ്യർ, ലോകത്തിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വഴിയെ ഞങ്ങൾ നിഷേധിക്കുന്നു എന്നത് മാത്രമാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. പിന്നെ അവർ പറയാറുള്ളത് ഞങ്ങൾ ശാസ്ത്രവാദികളാണ്, യുക്തിവാദികളാണ്. യുക്തിവാദം എന്നതിൻ്റെ പരിമിതികളെക്കുറിച്ച് ശാസ്ത്രലോകം തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ എന്ത് പറയുന്നു എന്നതിനെ സംബന്ധിച്ച് അക്ബർ സാഹിബ് ഇവിടെ വിവരിച്ചു. ശാസ്ത്രമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ശാസ്ത്രീയമായിട്ട് ദൈവം തെളിയിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തെ നിഷേധിക്കുന്നു. ഇതാണ് എത്തീസ്റ്റുകൾ പറയാറുള്ളത്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത എത്രയോ കാര്യങ്ങൾ എല്ലാ മനുഷ്യരും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട്. യുക്തിവാദികൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന നിരീശ്വരവാദികൾ ഉൾപ്പെടെ. അതിൻ്റെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഉദാഹരണമാണ് ധാർമ്മികത എന്നത്. മനുഷ്യന് ജീവിക്കാൻ ധാർമ്മികത വേണം എന്നതിൽ എത്തീസ്റ്റുകൾക്കും തർക്കമില്ല. ഈ ധാർമ്മികത ശാസ്ത്രീയമായിട്ട് ശാസ്ത്രത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന് ശാസ്ത്രത്തിൻ്റെ രീതിശാസ്ത്രങ്ങളിലൂടെ ലഭിക്കുന്ന ഒന്നല്ല. E=mc² എന്നത് ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ആൽബർട്ട് ഐൻസ്റ്റീൻ കണ്ടെത്തിയ ശാസ്ത്ര സിദ്ധാന്തമാണ്, ഫോർമുലയാണ്, ഫിസിക്സാണ്. അതുപയോഗിച്ചിട്ട് ആറ്റമിക് എനർജി ഉണ്ടാക്കാം, ആറ്റം ബോംബ് ഉണ്ടാക്കാം. ഇതേത് ഉണ്ടാക്കണം എന്നത് ഫിസിക്സിനോട് ചോദിച്ചാൽ അത് ഫിസിക്സിൻ്റെ ഏരിയയല്ല എന്നതാണ് സത്യസന്ധമായ ഉത്തരം. ഇനി ബോംബ് ഉണ്ടാക്കിയാൽ അതാരുടെയെങ്കിലും തലമണ്ടയിൽ കൊണ്ടുപോയി ഇടണോ, ഇടേണ്ടതില്ലേ? ഇതും ഫിസിക്സിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. അത് എത്തിക്സിനോടോ റിലീജിയനോടോ പൊളിറ്റിക്സിനോടോ ഒക്കെ ചോദിക്കേണ്ട കാര്യമാണ്. വിശന്നിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ഉച്ച സമയത്ത് അയാളുടെ കയ്യിൽ പൊതിച്ചോറുണ്ട്. അയാൾക്ക് കഴിക്കാൻ മാത്രം ആവശ്യമായ അളവിലുള്ള പൊതിച്ചോറ്. തന്നെപ്പോലെ അല്ലെങ്കിൽ തന്നെക്കാൾ വിശക്കുന്ന ഒരാൾ അയാളുടെ അടുത്തേക്ക്, ആ മനുഷ്യൻ്റെ അടുത്തേക്ക് കടന്നു വന്നാൽ ഏത് മനുഷ്യത്വമുള്ള നിരീശ്വരവാദിയും എന്താ ചെയ്യുക? ഒന്നുകിൽ ആ ഭക്ഷണം അവര് പങ്കിട്ട് കഴിക്കും. ഇനി കുറച്ചുകൂടി ഉയർന്ന മനുഷ്യത്വമുണ്ടെങ്കിൽ ആ ഭക്ഷണം അയാൾക്ക് നൽകും, അയാൾക്ക് നീക്കി വെക്കും. ഇതിനെന്ത് ശാസ്ത്രീയതയുള്ളത്? ഒരു ശാസ്ത്രീയതയില്ല. ഇത് വളരെ അശാസ്ത്രീയമാണ്. വളരെ അശാസ്ത്രീയമായ ഒരു കാര്യത്തെയാണ് നമ്മൾ മനുഷ്യത്വമെന്നും മാനവികതയെന്നും പറയുന്നത്. തൊട്ടു മുമ്പ് കോഴിക്കോട് നടന്ന ഷുഹൈബുൽ ഹൈത്തമിയും സി രവീന്ദ്രനും തമ്മിലുള്ള സംവാദത്തിൽ
രവിചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളൊരു ഫിലോസഫി ആയിട്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ല, അതൊക്കെ പുകയാണ്, നിങ്ങൾ സയൻസ് പറയൂ. അവര് തന്നെ പറയുന്ന മാനവികത സയൻസ് അല്ല, അതിനെ ഏതെങ്കിലും വിജ്ഞാന ശാഖകളുടെ കള്ളിയിൽ കോളത്തിൽ ഇനത്തിൽ പെടുത്താമെങ്കിലോ അത് അവർ തന്നെ തള്ളിപ്പറയുന്ന ഫിലോസഫിയിലാണ്. എന്താണ് വിശപ്പെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടോ ഒരാളുടെ ശരീരത്തിലെ കോശങ്ങൾക്ക്, കലകൾക്ക് എനർജി ആവശ്യമായി വന്നിരിക്കുന്നു, അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കുന്നു. അപ്പോ ശരീരത്തിലെ കോശങ്ങൾ അടിയന്തിരമായിട്ട് എനർജി, അതിന് ഭക്ഷണം നൽകണം എന്ന സന്ദേശം തലച്ചോറിന് നൽകുന്നു. തലച്ചോറ് ആ സന്ദേശം മുഴു ശരീരത്തിന് കൊടുക്കുന്നു. അപ്പം നമുക്ക് വിശക്കുന്നു. അപ്പൊ ശാസ്ത്രീയമായിട്ട് എന്താ ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിക്കണം. എൻ്റെ കയ്യിൽ ഭക്ഷണമുണ്ട്, എൻ്റെ മുമ്പിൽ എന്നെപ്പോലെ എന്നെക്കാൾ വിശക്കുന്ന ഒരാളുമുണ്ട്. അയാളുടെ കാര്യം അയാളാണ് നോക്കേണ്ടത് ശാസ്ത്രീയമായിട്ട്. ഞാൻ ചെയ്യേണ്ടത് എന്താണ്? എൻ്റെ ഭക്ഷണം ഉറപ്പുവരുത്തുക എന്നതാണ്. ഇതാണ് സയന്റിഫിക്. എല്ലാം സയന്റിഫിക് ആകണം എന്നാണ് അവർ പറയാറുള്ളത്. എല്ലാം സയന്റിഫിക് ആകാൻ തീരുമാനിച്ചാൽ അവിടെ വെച്ച് അവസാനിക്കുന്ന മഹത്തായ മൂല്യത്തിന്റെ പേരാണ് മാനവികത എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്തീസത്തിന് സ്വന്തമായിട്ട് പോസിറ്റീവായ മനുഷ്യനെ, മനുഷ്യന്റെ ജീവിതത്തെ, സംസ്കാരത്തെ, നാഗരികതയെ നിർമ്മിക്കാൻ ആവശ്യമായ ഒരു ഉരുപ്പിടിയും അതിൻ്റെ കയ്യിലില്ല. മനുഷ്യനെയും മനുഷ്യന്റെ സംസ്കാരത്തെയും നാഗരികതകളെയും നിർമ്മിച്ച മതത്തെ തള്ളിപ്പറയുക എന്ന ഒറ്റപ്പണിയെടുക്കുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ് എത്തീസം. അത് ചെയ്യുന്ന ആളുകളുടെ കൂട്ടരുടെ പേരാണ് നാസ്തികരെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നേരത്തെ അക്ബർ സാഹിബ് ചൂണ്ടിക്കാണിച്ചതുപോലെ ചരിത്രത്തിൽ ഒരിക്കലും എത്തീസം സ്വന്തം കാലിൽ നിന്നിട്ടില്ല. ആരുടെയെങ്കിലും ശരീരത്തിന്റെ മേൽ ചാരി മാത്രമേ എത്തീസം പ്രവർത്തിച്ചിട്ടുള്ളൂ. അതാണ് എത്തീസത്തിന്റെ ചരിത്രം. ഒരു കാലത്ത്, ഇന്നൊരു പക്ഷേ നമ്മൾ തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ അത്ഭുതകരമായി തോന്നാവുന്ന ഇസ്ലാമിനോട് ചേർന്ന് നിന്നിട്ട് എത്തീസം പ്രവർത്തിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ അക്ബർ സാഹിബ് പറഞ്ഞ സഹോദരൻ അയ്യപ്പനൊക്കെ. എത്തീസം അല്ലെങ്കിൽ യുക്തിവാദം എന്ന് പറഞ്ഞാൽ അത് ജാതി വിരുദ്ധമായ പോരാട്ടമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആന്റി കാസ്റ്റ് മൂവ്മെന്റ് ഏതാണ്? വംശീയതക്കെതിരായ പ്രത്യയശാസ്ത്രം ഏതാണ്? അതെക്കാലത്തും ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമൂഹ ശരീരത്തിലെ ഏറ്റവും വലിയ പ്രശ്നവും രോഗവുമായ ജാതിക്കെതിരായ പോരാട്ടത്തില് അയ്യപ്പൻ ഉൾപ്പെടെയുള്ള ആദ്യകാല യുക്തിവാദികള് ഇസ്ലാമിനോട് ഒപ്പം നിന്ന് പ്രവർത്തിച്ചു. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ സഹോദരൻ അയ്യപ്പന്റെ മകൾക്ക് ആയിഷ എന്ന് പേരിടുന്നത്. ഇന്നത്തെ യുക്തിവാദികൾക്ക് ഏറ്റവും വലിയ പ്രശ്നം ആയിഷയാണ്. അന്നത്തെ യുക്തിവാദികൾ അങ്ങനെയല്ല. അത് അഭിമാനത്തോടുകൂടി സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ചവരാണവര്. കാരണം അവർക്കറിയാം മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് സാഹോദര്യത്തിന്റെ പാഠങ്ങള് പഠിപ്പിച്ചത്, പ്രാവർത്തികമാക്കിയത് എന്ന്. എത്തീസത്തിന്റെ അടുത്ത ഘട്ടം മാർക്സിസവുമായി, കമ്മ്യൂണിസവുമായി ചേർന്ന് പ്രവർത്തിച്ചതാണ്. കമ്മ്യൂണിസം ഒരു കെട്ടുകഥയാണ്. അത് ലോകത്ത് ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമായി. അത് നടത്തിയവരുടെ കുഴപ്പം കൊണ്ടല്ല, പ്രത്യയശാസ്ത്രത്തിന്റെ കുഴപ്പം കൊണ്ടാണ്. എങ്കിലും നേരത്തെ അക്ബർ സാഹിബ് പറഞ്ഞതുപോലെ അതിനൊരു നിർമ്മാണാത്മകതയുണ്ട്. അത് വെറും നിഷേധമല്ല. അതെന്തോ ഒന്നിനെ തെറ്റായ അടിത്തറകളിൽ നിർമ്മിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അടിത്തറ തെറ്റായത് കൊണ്ട് 70 കൊല്ലം കഴിഞ്ഞപ്പോ അത് ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമായി എന്നത് മറ്റൊരു കാര്യം. എത്തീസം പിന്നെ സഞ്ചരിച്ചത് കമ്മ്യൂണിസത്തിന്റെ തോളിലേറിയിട്ടാണ്. എത്തീസത്തിന്റെ മൂന്നാമത്തെ ഘട്ടം വലതുപക്ഷത്തിന്റെ, കമ്മ്യൂണിസത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇപ്പൊ ലോകത്ത് വിലസിക്കൊണ്ടിരിക്കുന്ന എത്തീസം, സൈബറിടങ്ങളിൽ പുളഞ്ഞുകൊണ്ടിരിക്കുന്ന എത്തീസം, അതാരുടെ ചുമലിലേറിയിട്ടാണ് പുളയുന്നതെന്ന് ചോദിച്ചാൽ, അതിന്റെ ചടില നൃത്തങ്ങൾ ചവിട്ടുന്നതെന്ന് ചോദിച്ചാൽ സ്വന്തം കാലിലല്ല,
അതിവിടെ അക്ബർ സാഹിബ് വിശദീകരിച്ച ലോകത്തിലെ വംശീയ വലതുപക്ഷത്തിന്റെ, അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ, ഇസ്രയേലിന്റെ, ഇന്ത്യയിലെ സവർണ ഫാഷിസത്തിന്റെ ഒക്കെ ചുമലിലേറിയിട്ടാണ്. കേരളത്തിലൊന്നും ആരും ഇസ്രയേലിന് വേണ്ടി വാദിക്കുന്ന ആളുകളെ നമ്മൾ പൊതുവെ കാണാറില്ലായിരുന്നു. ഇപ്പൊ ധാരാളം ആളുകളുണ്ട് പബ്ലിക്കിൽ. അവരാരാണ്? അവരുടെ പശ്ചാത്തലം എന്താണ്? അത് നവനാസ്തികരാണ്. JP നദ്ദ എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് കേരളത്തിലെ നാസ്തികരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞത് പരസ്യമായിട്ടാണ്. അതെന്തോ ഒരു അന്തർധാരയൊന്നുമല്ല, പരസ്യമായി പറഞ്ഞ കാര്യമാണ്. അപ്പോ ഇനി എത്തീസവും ലിബറലിസവും തമ്മിലൊരു ബന്ധമുണ്ടോ? എത്തീസത്തിന്റെ ഒരടിത്തറ ഇന്ന് വലതുപക്ഷമാണ്. പഴയ എത്തീസ്റ്റുകൾ ഇന്നുണ്ട്. ഇടതുപക്ഷ എത്തീസ്റ്റുകൾ അല്ലെങ്കിൽ മാർക്സിയൻ എത്തീസ്റ്റുകൾ. മാർക്സിസമൊക്കെ തകർന്നു പോയി, പശുവൊക്കെ ചത്തുപോയിട്ടുണ്ടെങ്കിലും മോരിന്റെ പുളിപ്പ് ബാക്കിയുണ്ടെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ രണ്ടു കൂട്ടർക്കും പൊതുവായി മാർക്സിസം കൊണ്ട്, നിലവിലുള്ളൊരു മാർക്സിസം കൊണ്ട് ഒരു കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കാനോ കാര്യങ്ങളെ അപഗ്രഥിക്കാനോ നേരിടാനോ കഴിയില്ല എന്നതിന് കേരളത്തിലെ മാർക്സിസ്റ്റുകൾ തന്നെ തെളിവാണ്. അതിലേക്ക് ഞാൻ വരാം. അപ്പൊ ഈ രണ്ട് വിഭാഗം എത്തീസ്റ്റുകളുടെയും പൊതുവായ അടിത്തറ ലിബറലിസമാണ്. ലിബറലിസത്തെ നമുക്ക് വിമർശന വിധേയമാക്കേണ്ടി വരുന്നത് അത് സ്വയം തന്നെ ഒരു പ്രശ്നമാണെന്നതിനോടൊപ്പം അത് എത്തീസത്തിന്റെ ധാർമ്മിക അടിത്തറ കൂടിയാണ്. ലിബറലിസമായിട്ട് സ്വന്തമായി നിൽക്കുന്നുണ്ട്. എന്താ ലിബറലിസം? മനുഷ്യന്റെ ആരാധനകൾ, വളരെ വൈയക്തികമായ ആരാധനാനുഷ്ഠാനങ്ങൾ, അതിന് പുറത്തുള്ള ജീവിതത്തില് ദൈവവും മതവും ഇടപെടേണ്ടതില്ല എന്ന കാഴ്ചപ്പാടിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണ്. അതിന് ഇടതുപക്ഷ രൂപങ്ങളും വലതുപക്ഷ രൂപങ്ങളും അതിനിടയിലുള്ള രൂപങ്ങളും ഒക്കെയുണ്ട്. അതിനെയാണ് നമ്മൾ ലിബറലിസം എന്ന് വിളിക്കുന്നത്. അത് തന്നെയാണ് എത്തീസത്തിന്റെയും ധാർമ്മിക അടിത്തറ. സ്വന്തമായിട്ട് അതിനൊന്നുമില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവമില്ല, മതമില്ല. അതുകൊണ്ടെന്താ കാര്യം? അങ്ങനെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ജീവിക്കാൻ വേറെ ആശയങ്ങൾ വേണം. അത് ലിബറലിസമാണ്. എന്നാൽ ഈ ലിബറലിസത്തിന്റെ ധാർമ്മിക അടിത്തറ എന്താ? ശാസ്ത്രം കൊണ്ട് ധാർമ്മികത ഉണ്ടാക്കാൻ കഴിയില്ല. എത്തീസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിന്റെയും അടിസ്ഥാനം ശാസ്ത്രമാണ്. ശാസ്ത്രമാത്രവാദികൾ അല്ലേ? ശാസ്ത്രത്തില് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിണാമ സിദ്ധാന്തം. അവരംഗീകരിക്കുന്ന ശാസ്ത്രത്തില് ആ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് മനുഷ്യന്റെയും ജീവജാലങ്ങളുടെയും എല്ലാം വളർച്ച, അതിജീവനം എന്ന് പറയുന്നത് സംഘർഷങ്ങളിലൂടെയാണ്. എന്നിട്ട് അത് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ആണ്. ആരാണോ കൂടുതൽ അതിജീവനക്ഷമത നേടുന്നത് ഉള്ളത് അവർക്കാണ് അതിജീവിക്കാൻ കഴിയുക. ശാസ്ത്രത്തെ മനുഷ്യന്റെ ജീവിതത്തിന്റെ മാനദണ്ഡമായിട്ട്, ധാർമ്മികതയുടെ അടിത്തറയായിട്ട് സ്വീകരിച്ചാൽ സാമ്രാജ്യത്വം ശരിയാണ്, കാരണം അത് ജീവിക്കാൻ അർഹതയുള്ള ആളുകളാണ്. ഇസ്രയേൽ ശരിയാണ്, കാരണം ആയുധത്തിന്റെ ബലം കൊണ്ട് ഫലസ്തീനികളെക്കാൾ ജീവിക്കാൻ അർഹതയുള്ളവരാണ്. ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയ ഫാഷിസം അതിജീവനത്തിന് അർഹതയുള്ളതാണ്. ന്യൂനപക്ഷങ്ങളെക്കാൾ അതിന് എണ്ണത്തിൽ സംഖ്യാഫലവും ആയുധബലവും അധികാര ബലവും ഒക്കെയുണ്ട്. ആ തീർപ്പിൽ അവരെത്തുന്നത് വെറുതെയല്ല. പിന്നെയുള്ളത് ലിബറലിസത്തിന്റെ ധാർമ്മികതയാണ്. എന്താ ലിബറൽ ധാർമ്മികത എന്ന് പറയുന്നത്? അതിന്റെ ഒരു തത്വം, മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ ഒരു വ്യക്തിയോ രണ്ട് വ്യക്തികളോ കുറെ വ്യക്തികളോ ചെയ്യുന്ന ഒരു കാര്യത്തിലും മറ്റുള്ളവരോ സമൂഹമോ മതമോ ഭരണകൂടമോ കുടുംബമോ ആരും ഇടപെടേണ്ടതില്ല എന്ന് പറയുന്ന ഹാം പ്രിൻസിപ്പിളാണ്. അപ്പൊ അതിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, മറ്റാർക്കും ഉപദ്രവമില്ലാത്ത ഒരു കാര്യത്തിലും. രണ്ടാമത്തത്, അതിൽ സമൂഹം ഇടപെടേണ്ടതില്ല. അപ്പൊ മറ്റാർക്കെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഭൂമുഖത്ത് ആളുകൾ ചെയ്യുന്നുണ്ടോ? ഇല്ല എന്നതാണ് കാര്യം. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും അതെത്ര സ്വകാര്യതയിൽ ചെയ്യുന്നതാണെങ്കിലും
അതിന് മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഈ ലോകത്തിന്റെ, ഈ ഭൂമിയുടെ ഘടന എന്ന് പറയുന്നത് അങ്ങനെയാണ്. പ്രത്യേകിച്ച് ജൈവ ഘടനയാണിത്. ഇനി ജൈവലോകവും അജൈവലോകവും തമ്മിൽ പോലും അങ്ങേയറ്റത്തെ പാരസ്പര്യങ്ങളുണ്ട്. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും, മനുഷ്യനുൾപ്പെടെയുള്ള ജീവികളോ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും ഓക്സിജൻ ജീവവായുവായിട്ട് അകത്തേക്കെടുക്കുകയും ചെയ്യുന്നു. സസ്യങ്ങൾ നേരെ തിരിച്ചു ചെയ്യുന്നു, അവയുടെ ഫോട്ടോസിന്തസിസിന്റെ ഭാഗമായിട്ട്. ഇത് പരസ്പര ബന്ധിതമാണ്. എല്ലാ ജീവികളിലെയും ആണും പെണ്ണും പരസ്പര ബന്ധിതമാണ്. ഈ പാരസ്പര്യമാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. പാരിസ്ഥിതിക ശാസ്ത്രം പറയുന്നുണ്ട്, ആമസോൺ കാടുകളിൽ ബട്ടർഫ്ലൈ തിയറി എന്ന് പറയുന്ന, ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്ന തിയറി, ആമസോൺ കാടുകളിൽ ഒരു പൂമ്പാറ്റ ചിറകടിച്ചാൽ അതിന് കുറച്ചു കഴിയുമ്പോൾ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ അതിന് പ്രതിധ്വനികൾ അല്ലെങ്കിൽ അതിന് പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നോ. അങ്ങനെയുള്ളൊരു പ്രപഞ്ചത്തിൽ, ഭൂമിയിൽ ജീവിച്ചിട്ടാണ് പറയുന്നത്, ഞാൻ എൻ്റെ സ്വകാര്യതയിൽ, ഞങ്ങൾ രണ്ടുപേർ ഞങ്ങളുടെ സ്വകാര്യതയിൽ ചെയ്യുന്നത് അത് വേറെ ആരെയും ബാധിക്കാത്ത കാര്യമാണ്. ബാധിക്കാത്ത കാര്യമാണെന്ന ഒരു പ്രിമൈസ് അംഗീകരിപ്പിച്ചിട്ടാണ് അതിൽ വേറെ ആരും ഇടപെടേണ്ടതില്ല എന്ന് പറയുന്നത്. ഈ വേറെ ആരെയും ബാധിക്കാത്ത കാര്യമെന്ന് പറയുന്നത് തന്നെ ഒരു കളവാണ്. മനുഷ്യര്, ജീവികളെ ആര് ചെയ്യുന്ന എന്ത് കാര്യവും മറ്റൊരാളെയും പലതരത്തിൽ ഗുണമായോ ദോഷമായോ ബാധിക്കുന്ന കാര്യമാണ്. ഞാൻ മദ്യമോ മയക്കുമരുന്നോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ, എൻ്റെ കുടുംബത്തെ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ, സ്ഥാപനത്തെ, അതിനെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഏത് കാര്യത്തെക്കുറിച്ച് ആലോചിച്ചാലും നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ബുദ്ധന്റെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്, അതുള്ളത് കൊണ്ട് ഇതുണ്ട്. പാരസ്പര്യത്തെക്കുറിച്ചുള്ള വളരെ പഴയ മനുഷ്യന്റെ വിവേകമാണത്. കേരളീയ നവോത്ഥാനത്തിന്റെ നെടുനായകനായ ശ്രീനാരായണ ഗുരു പറയുന്നുണ്ടല്ലോ, അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരനു ഗുണത്തിനായി വരേണം, ഇല്ലെങ്കിൽ ദോഷത്തിനായി വരും. ഈ പാരസ്പര്യത്തെക്കുറിച്ച് തിരിച്ചറിവ് ആത്മീയ വ്യക്തിത്വങ്ങൾക്കെല്ലാം, ആത്മീയ സരണികൾക്കെല്ലാം ഉണ്ടായിരുന്നു. ഇതിനെയാണ് ലിബറലിസം നിഷേധിക്കുന്നത്. രണ്ടാമത്തത് ലൈംഗിക ബന്ധം, പ്രത്യേകിച്ച് ലൈംഗികതയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ധാർമ്മികതയുടെ അടിസ്ഥാനം, അതിനൊരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികതയുടെ അടിസ്ഥാനം കൺസെന്റ് തിയറിയാണ്, സമ്മത സിദ്ധാന്തം. ഒരാണിനും പെണ്ണിനും തമ്മിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ പരസ്പര സമ്മതം ഉണ്ടായാൽ മതി. കല്യാണം വേണ്ട, കുടുംബം വേണ്ടതില്ല, അല്ലെ, പാറിപ്പറക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല എന്നതാണ് അതിൻ്റെ സിദ്ധാന്തം. ലോകത്ത് നിയമങ്ങൾ ഉണ്ടാകുന്നത്, ധാർമ്മികത ഉണ്ടാകുന്നത്, ഒരു ധാർമ്മികതയുടെ അടിത്തറയിലാണ് ഒരു നിയമം ഉണ്ടാകുന്നത്. എത്തിക്സ് അല്ലെങ്കിൽ മൊറാലിറ്റി, അതിൻ്റെ അടിത്തറയിൽ ഒരു ലോ, നിയമം, ഇതുണ്ടാകുന്നത് എന്തിനാ? നമ്മളൊരു പലതരത്തിലുള്ള മനുഷ്യർ ഒരു സ്ഥലത്ത് ജീവിക്കുന്നുണ്ട്. അതിൽ ആണുണ്ട്, പെണ്ണുണ്ട്, കരുത്ത് കൂടിയവരുണ്ട്, കുറഞ്ഞവരുണ്ട്, സാമൂഹിക അധികാര സ്വാധീന ശക്തി ഉള്ളവരുണ്ട്, കുറഞ്ഞവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ജീവിക്കുകയാണ്. അപ്പൊ ഇവരിൽ ഒരാൾ വേറൊരാളെ ചതിക്കാതെ, ഒരാൾ ചതിക്കപ്പെടാതെ ജീവിക്കാൻ കഴിയണം. അതിനാണ് ധാർമ്മികത, അതിനാണ് നിയമം. ബലമുള്ളവന്റെ ബലമനുസരിച്ച് കാര്യങ്ങൾ നടക്കും എന്നാണെങ്കിൽ നിയമം വേണ്ടതില്ല, അതിവിടെ നടന്നോളൂ. അതിനൊരു ധാർമ്മികതയോ ഒരു ഭരണഘടനയോ നിയമവ്യവസ്ഥയോ ഒന്നും ഉണ്ടാക്കേണ്ടതില്ല. അപ്പോ ഈ ലിബറൽ ധാർമ്മികത വഞ്ചിക്കപ്പെടുന്നതിൽ നിന്നോ ആണിനെയോ പെണ്ണിനെയോ സംരക്ഷിക്കുന്നുണ്ടോ? ഇതാണ് പരിശോധിക്കേണ്ടത്. അതിനാണല്ലോ നിയമം. ഞാൻ അസന്നിഗ്ധമായി പറയുന്നു, അങ്ങനെ ആ കോണിലൂടെ നമ്മൾ പരിശോധിച്ചാൽ ഈ ധാർമ്മികത ഒരു ഓട്ടപാത്രമാണ്. ലിബറൽ ധാർമ്മികത ഒരു ഓട്ടപാത്രമാണ്. അതിൽ വെള്ളം എടുത്തിട്ട് കാര്യമില്ല. അത് ഒരു നിയമത്തിന്റെ, ഒരു ധാർമ്മികതയുടെ ഒരു ഫലവും ചെയ്യാത്ത ഒന്നാണ്. പലപ്പോഴും നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുള്ള ഒരു വാർത്തയാണ്,
വിവാഹ വാഗ്ദാനം ചെയ്തു വഞ്ചിച്ചു. എന്താ കേസ്? ഒരു പെണ്ണിനെ ഒരു പുരുഷൻ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവരുമായി ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. അപ്പോൾ വഞ്ചന നടന്നിട്ടുണ്ട്. എന്താ വഞ്ചന? വഞ്ചന രണ്ട് തരത്തിലുണ്ടാകും. ഒന്ന്, ഇവളെ കല്യാണം കഴിക്കണമെന്ന് ഈ കക്ഷി തീരുമാനിച്ചിട്ടില്ല, വെറുതെ പറഞ്ഞ് പറ്റിച്ചിട്ട് കാര്യങ്ങൾ നടത്തുന്നു, പിന്നെ അവരെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ വഞ്ചിച്ചിട്ട് തന്നെ ഉപേക്ഷിച്ചു എന്ന് വെക്കുക. ഈ ലിബറൽ ധാർമ്മികതയനുസരിച്ച് അതിനുസൃതമായി പ്രവർത്തിക്കുന്ന നീതിന്യായ സംവിധാനങ്ങളെ സമീപിച്ചിട്ട് ഈ സ്ത്രീക്ക് എവിടെ നീതി കിട്ടാനാണ്? കൺസെന്റ് ഉണ്ട്, കൺസെന്റ് അവർ കൊടുത്തതാണ്. പക്ഷെ കൺസെന്റ് പറഞ്ഞ് പറ്റിച്ചിട്ട് നേടിയതാണ്. അത് അവർ തമ്മിലുള്ള കാര്യം, അതിൽ വേറൊരാൾക്ക് ഇടപെടാൻ കഴിയില്ല. ഇനി പറഞ്ഞു പറ്റിച്ചതൊന്നുമല്ല, ആത്മാർത്ഥമായി തന്നെ ഒരു പുരുഷൻ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം ഈ ആൾക്ക് താല്പര്യമില്ല. എങ്കിലോ കോടതിക്ക് എന്തോ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഇന്ത്യയിലെ പല കോടതികളിലും കേസ് പോയിട്ടുണ്ട്. സ്ത്രീകൾ പറയും എന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്, ഇയാൾ കല്യാണം കഴിക്കുന്നില്ല. ഒരു കോടതിക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൗരനോട് ഇന്നയാളെ വിവാഹം കഴിക്കണമെന്ന് പറയാനുള്ള വല്ല അധികാരവുമുണ്ടോ? ഫലത്തിൽ എന്താ സംഭവിക്കുന്നത്? വഞ്ചിക്കപ്പെടുക. സ്ത്രീ വഞ്ചിക്കപ്പെട്ടു അല്ലേ? വഞ്ചനയിൽ നിന്ന് സ്ത്രീക്കൊരു സംരക്ഷണവും ലിബറൽ ധാർമ്മികത നൽകുന്നില്ല. ഇനി പുരുഷന് സംരക്ഷണം നൽകുന്നുണ്ടോ? പുരുഷനുമില്ല. മീറ്റു ക്യാമ്പയിനുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതും രണ്ടു തരത്തിലുണ്ടാകും. ഒന്ന്, കൺസെൻ്റൊക്കെ ഉണ്ട്, പക്ഷേ ഇയാൾ രാഷ്ട്രീയക്കാരനാണ്, സെലിബ്രിറ്റിയാണ്, ഇയാളുടെ ശത്രുക്കളുണ്ട്, അവർ സ്വാധീനിച്ചിട്ട് അല്ലെങ്കിൽ വേറെ കാരണങ്ങളാൽ ഈ ഒരു പെണ്ണ് വെറുതെ പിന്നെ പറയാണ് കൺസെൻ്റ് ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയാൻ. അപ്പോൾ അതൊരു തർക്കമാണല്ലോ, ഒരു ഡിസ്പ്യൂട്ടാണ്. ഒരാൾ കൺസെൻ്റ് ഉണ്ടെന്ന് പറയുന്നു, ഒരാൾ ഇല്ലെന്ന് പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു തർക്ക വിഷയമാണ്. നമുക്ക് ഏകപക്ഷീയമായ ആരുടെയും പക്ഷത്ത് ചേരാൻ പറ്റില്ല. ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള വഴി എന്താ? ഒന്നുകിൽ ഒരു രേഖ വേണം. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്കിടയിലുള്ള ഡോക്യുമെന്റ് എന്തായിരുന്നു? ഇതിന് ഡോക്യുമെന്റ് ഉണ്ടാവോ? ലിബറൽ ധാർമ്മികതയനുസരിച്ച് ഇതിന് വല്ല ഡോക്യുമെന്റും ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ ഉണ്ടാവുക സാക്ഷിയാണ്. ഇതിന് സാക്ഷി ഉണ്ടാവോ? ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് കൺസെന്റ് ഉണ്ടായിരുന്നു, എന്നിട്ട് ഇല്ലാതെ തന്നെ കൺസെന്റ് ഉള്ള കാര്യത്തെക്കുറിച്ചില്ല എന്ന് പറയാം. യഥാർത്ഥത്തിൽ തന്നെ കൺസെന്റ് ഉണ്ടായിരുന്നു, തിരിച്ചും പറയാം. രണ്ടാണെങ്കിലും പ്രത്യേകിച്ച് കൺസെന്റ് ഉണ്ടായിരുന്നു എങ്കിലോ ആ പുരുഷൻ അവിടെ വഞ്ചിക്കപ്പെടുകയാണ്, വഞ്ചനക്കിരയാവുകയാണ്. ആ മാനനഷ്ടത്തിൽ നിന്ന്, ആ വഞ്ചനയിൽ നിന്ന് അയാൾക്ക് സംരക്ഷണം നൽകാനുള്ള ഒരു വകുപ്പും ഒരു പഴുതും ലിബറൽ ധാർമ്മികതയിലില്ല. ലിബറലിസം മൊത്തത്തിൽ എന്താ ചെയ്യുന്നത്? അത് നേരത്തെ ഇവിടെ അക്ബർ സാഹിബ് പറഞ്ഞു, വാക്കബ് ഉസ്താദ് പറഞ്ഞു, അത് ഇസ്ലാമിനെ ഇല്ലാതാക്കുന്നു എന്നതിൽ, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് എന്തോ ഒരു വല്ലാത്ത ഭീഷണി ഉയർത്തുന്നു, അതുകൊണ്ട് നമ്മൾ സടകുടഞ്ഞെഴുന്നേൽക്കണം എന്നതല്ല പ്രിയപ്പെട്ടവരെ പ്രശ്നം. മറിച്ച് അത് മനുഷ്യരാശിയെ ഇല്ലാതാക്കുന്ന ഒരാശയമാണ്. ലിബറലിസം ഈ ലോകത്തില്ലാതാക്കുന്നത് മനുഷ്യരാശിയെ. അക്ബർ സാഹിബ് അത് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി വിശദീകരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ലിബറലിസം ആദ്യം തകർക്കുന്നത് കുടുംബത്തെയാണ്. ലിബറലിസത്തെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. ഓരോ ദർശനത്തിനും ഓരോ ആശയത്തിനും ഒരു അടിത്തറയുണ്ടാകും. ഇസ്ലാമിന്റെ അടിത്തറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. ഇതുപോലെ ലിബറലിസത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞിട്ട് അതിന് കീഴിലെ എന്ത് കാര്യവുമുള്ളൂ എന്നതാണ് അതിന്റെ അടിത്തറ. അങ്ങനെ എന്റെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനമെന്നൊരാണും എന്റെ സ്വാതന്ത്ര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല, അതാണ് പരമപ്രധാനമെന്നൊരു പെണ്ണും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് തീരുമാനിച്ച് കട്ടക്ക് നിന്നാൽ അവിടെ ഒരു കുടുംബം ഉണ്ടാവില്ല. കുടുംബം തകരും. കുടുംബമെന്നല്ല, ഈ ലോകത്തിലെ എല്ലാ സാമൂഹിക സ്ഥാപനങ്ങളും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും പൊതുകൂട്ടായ്മകളും ഉണ്ടാകുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടാണ്. ഒരു പൊതു ഫണ്ട് പോലും ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ കയ്യിലുള്ള പണത്തിൽ ഞാൻ നഷ്ടം വരുത്തിയിട്ടാണ്
പൊതുകാര്യത്തിന് നൽകുന്നത്. അങ്ങനെ ഞാനും നിങ്ങളും പലരും നൽകുമ്പോഴാണ് ഒരു കോമൺ ഫണ്ട്, ഒരു ക്ലൗഡ്, ഒരു പൊതു ഫണ്ട് ഉണ്ടായിത്തീരുന്നത്. ഇങ്ങനെയാണ് എല്ലാ പൊതു സ്ഥാപനങ്ങളും ഉണ്ടാകുന്നത്. ലിബറലിസം അതിനെ അസാധ്യമാക്കുകയാണ്. വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് പരമമായ കാര്യം. പിന്നെ അവിടെ ആകെ ഉണ്ടാവുക ഒന്ന് വലിയ മൂലധനം കൈവശമുള്ള കോർപ്പറേറ്റുകളും പട്ടാളവും പോലീസും അധികാരവും കൈവശമുള്ള രാഷ്ട്രങ്ങളും മാത്രമാണ്. പിന്നെ സ്വതന്ത്രരായ മനുഷ്യരും. അപ്പൊ അവിടെ കുടുംബം തകരും. കുടുംബം തകർന്നാല് മനുഷ്യനില്ലാതാകും എന്നത് വളരെ ലളിതമായിട്ടോ ഒരു സിദ്ധാന്ത സങ്കീർണതയുമില്ലാതെ മനുഷ്യർക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മനുഷ്യരുണ്ടാകുന്നത് എങ്ങനെയാണ്? മനുഷ്യനുണ്ടായ കാലം മുതൽ കുടുംബം എന്ന സംവിധാനത്തിലൂടെയാണ് മനുഷ്യരാശി വളർന്നതും വികസിച്ചതും. അതില്ലാതായാൽ എന്തോ മതമില്ലാതായി പോകും, മതമൂല്യങ്ങൾ തകർന്നു പോകും, അതൊക്കെ ഇല്ലാതാകും. പക്ഷെ ആത്യന്തികമായി ഇല്ലാതാവുക മനുഷ്യനാണ്, മനുഷ്യരാശിയാണ്. അതുകൊണ്ട് മതമൂല്യങ്ങളുടെ സംരക്ഷണം, കുടുംബമൂല്യങ്ങളുടെ സംരക്ഷണം എന്ന് പറയുന്നത് അതിൻ്റെ മാത്രം സംരക്ഷണമല്ല, മനുഷ്യന്റെയും മാനവികതയുടെയും മനുഷ്യകുലത്തിന്റെ മാൻകൈൻഡ് അതിന്റെ സംരക്ഷണമാണ്. ലിബറലുകളോ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്, ആഘോഷിക്കുന്ന കാര്യമാണ് സ്വവർഗ ലൈംഗികത എന്ന് പറയുന്നത്. LGBTQA+ എന്നൊക്കെ പറയുന്നത്, ഹെട്രോനോർമാറ്റീവ് എന്നൊക്കെ പറയുന്ന അവരുടെ ആശയങ്ങൾ. അപ്പൊ ആണും പെണ്ണും അല്ലെ, എതിർലിംഗത്തിലുള്ള ആളുകൾ ചേർന്നിട്ടാണ് ലൈംഗികതയും അതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബവും രൂപപ്പെടുന്നത്. അങ്ങനെയല്ല, ആണും ആണും ചേർന്നിട്ടോ പെണ്ണും പെണ്ണും ചേർന്നിട്ടും ലൈംഗികത സാധ്യമാണ്, അതും സ്വാഭാവികമാണ്. എതിർലിംഗത്തിലുള്ളവർ തമ്മിലുള്ള ലൈംഗികത പോലെ തന്നെ ഒരേ ലിംഗത്തിലുള്ളവർ തമ്മിലുള്ള ലൈംഗികതയും സ്വാഭാവികമാണ് എന്ന വാദം ആത്യന്തികമായി തകർക്കുക എന്തിനെയാണ്? കുടുംബത്തെയാണ്. കുടുംബത്തിന്റെ തകർച്ച ആത്യന്തികമായി ഇല്ലാതാക്കാൻ പോകുന്നത് എന്തിനെയാണ്? മനുഷ്യരെയാണ്. അവര് അതും കൂടി നോർമലാണെന്ന് പറയുക മാത്രമല്ല ചെയ്യുന്നത്, അത് തന്നെ അപകടകരമാണ്. ഒപ്പം അതിനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഓരോ സംസ്കാരത്തിലും ലൈംഗികതയുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉദാത്തമായ ആശയങ്ങളുണ്ട്. ഇപ്പൊ ക്രൈസ്തവതയില്, ലോകത്ത് പല മതങ്ങളിലും സന്യാസമാണ്, സെലിബസി ആണ് ഏറ്റവും ഉദാത്തമായത്. വിവാഹം കഴിക്കാം, അനുവദനീയമാണ്. ഇസ്ലാമില് നേരെ തിരിച്ചാണ്, ഒരാൾക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കാം, അത് ഹറാമല്ല. പക്ഷേ വിവാഹത്തെയാണത് ഉദാത്തമായിട്ട് കാണുന്നത്, മഹത്വവൽക്കരിക്കുന്നത്. ലിബറലിസത്തില് ആണും പെണ്ണും ചേർന്നിട്ടുള്ള ലൈംഗികത അത് പറ്റാത്ത കാര്യമൊന്നുമില്ല. പക്ഷേ അത് ഉദാത്തീകരിക്കുന്നത്, അതാഘോഷിക്കുന്നത്, അതിന് പ്രൗഡ്, അഭിമാനകരമായിട്ടുള്ളത് ഏതാണ്? അവിടെ കളർഫുൾ ആയിട്ടുള്ളത്, വർണ്ണശബളമായിട്ടുള്ളത്, നിറപ്പകിട്ടുള്ളത് ഏതിനാണ്? സ്വവർഗ ലൈംഗികതക്കാണ്. ഇത് മനുഷ്യരാശിയുടെ കടക്കൽ കത്തിവെക്കുന്ന ഏത് വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, ലിബറൽ ആകട്ടെ, ലെഫ്റ്റ് ആകട്ടെ, റൈറ്റ് ആകട്ടെ, സെൻട്രലിസ്റ്റ് ആകട്ടെ, ഏത് തരത്തിലുള്ള മതരാഷ്ട്രീയ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവരുമായ ആ എല്ലാവരും ഉൾക്കൊള്ളുന്ന മനുഷ്യരാശിയുടെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പരിപാടിയാണ് ട്രാൻസ്ജെൻഡറിസം. അല്ലെ, ആണിന് പെണ്ണാകാം, പെണ്ണിനാണാകാം. ധാരാളം ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിൽ തന്നെ ആണിന്റെയും പെണ്ണിന്റെയും സവിശേഷതകളുള്ള ആളുകളാണെന്നല്ല. അത് ഈ LGBTQAI+ വർണ്ണരാജിയിലെ ഐ ആണത്, ഇന്റർസെക്സ് ആണ്. അത് ന്യായമായൊരു കേസാണ്. ഇസ്ലാമിന്റെ ക്ലാസിക്കൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ T എന്ന് പറയുന്നത് ഒരാൾക്ക് അയാൾക്ക് ശാരീരികമായി പുരുഷനാണ്, ഒരു കുഴപ്പമില്ല, അയാളുടെ ഫിസിയോളജി, അനാട്ടമി എല്ലാം ഭദ്രമാണ്, ഒരു കുഴപ്പമില്ലാത്ത ആളാണ്.
പക്ഷെ അയാൾക്ക് മാനസികമായിട്ട് തോന്നുന്നു ഞാൻ പെണ്ണാണെന്ന്. തിരിച്ച് പെണ്ണായി ശാരീരികമായി പെണ്ണായ ഒരാൾക്ക് ഞാൻ ആണാണെന്ന് തോന്നുന്നു. ഇങ്ങനെ തോന്നുന്ന അപൂർവം മനുഷ്യരോ ലോകത്തിലുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ അവിടെ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അതൊരു പൊതു നിയമമല്ല, അതൊരു അപവാദമാണ്. മനുഷ്യർക്ക് കൈക്ക് 5 വിരലാണ് അല്ലേ, അതാണ് പൊതു നിയമം. പക്ഷേ ചില ആളുകൾക്ക് 6 വിരലുണ്ട്. അതിന്റെ അർത്ഥം അവർ മനുഷ്യരല്ല എന്നല്ല. മനുഷ്യർക്ക് 5 വിരലാണ് എന്നതുകൊണ്ട് 6 വിരലുള്ള ആള് മനുഷ്യനല്ല എന്നർത്ഥമില്ല. അത് പൊതു നിയമത്തിന്റെ അപവാദമാണ്. പൊതു നിയമങ്ങൾക്ക് അപവാദമുണ്ട് എന്നതും ഒരു പൊതു നിയമമാണ്. പക്ഷെ അപവാദത്തെ പൊതു നിയമമാക്കി മാറ്റരുതോ. ലിബറലിസം ചെയ്തതാണ്. ഇങ്ങനെ തോന്നുന്ന കുറച്ച് മനുഷ്യരുണ്ട്. പക്ഷെ അതിനെ ഒരു അടിസ്ഥാനമാക്കിയിട്ട് അവരെന്തു പറഞ്ഞു? ഞാൻ എന്ന് പറയുന്ന പുരുഷൻ, ഞാൻ പുരുഷനായിരിക്കുന്നത് എനിക്ക് പുരുഷനാണെന്ന് തോന്നുന്നത് കൊണ്ട് മാത്രമാണ്. ഇതിന്റെ ആപത്തെന്താ, അപകടം എന്താ? എനിക്കടുത്ത നിമിഷത്തിലോ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് കമ്മിങ് ഔട്ട് നടത്താം, പെണ്ണിന് പുരുഷനാണെന്ന് പറഞ്ഞിട്ട് കമ്മിങ് ഔട്ട് നടത്താം, സർജറി നടത്താം. ആണിന് പെണ്ണാകാം, പെണ്ണിനാണാകാം അല്ലെ. ആണ് പെണ്ണ് എന്ന് പറയുന്ന മനുഷ്യരാശിയുടെ വളരെ പ്രധാനപ്പെട്ട അടിത്തറയെ, ആ അടിത്തറയിലാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ കുടുംബജീവിതം കെട്ടിപ്പടുത്തിരിക്കുന്നത്. ആ കുടുംബത്തിന്റെ അടിത്തറയിലാണ് മനുഷ്യരാശി നിലനിൽക്കുന്നത്. ആ മനുഷ്യരാശിയുടെ സംസ്കാരം നിലനിൽക്കുന്നത്. ആ അടിത്തറ പൊളിച്ചു കളയുകയാണ്. അതങ്ങനെ ഫിക്സ്ഡ് ആയ ഒരു കാര്യമൊന്നുമല്ല. ആണിന് പെണ്ണാകാം, പെണ്ണിനാണാകാം. നമ്മൾ ഒരാളെ കണ്ടാൽ ആണാണോ പെണ്ണാണോ ഇതൊക്കെ വേറെ അയാളോട് ചോദിച്ച് പരിശോധിച്ച് നോക്കേണ്ട കാര്യമാണ്. എന്നിടത്ത് ഇതിനെ ആകെ അവ്യവസ്ഥാപിതവും അവ്യക്തവുമാക്കിയിട്ട് മനുഷ്യരാശിയുടെ ഒരു അടിത്തറയെ അതിനെ കൊളംതൊണ്ടുകയാണ് ലിബറലിസം ചെയ്യുന്നത്. എന്താ സംഭവിക്കുക? മനുഷ്യനില്ലാതാകും. ആണിന് പെണ്ണാകാം, പെണ്ണിനാണാകാം എങ്കിലോ എന്തുകൊണ്ട് മനുഷ്യന് വേറെ പലതും ആയിക്കൂടാ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആലോചനയല്ലേ. ഒരു കാര്യം നമ്മൾ അംഗീകരിച്ചാൽ അതിന്റെ അടുത്ത സ്റ്റെപ്പുണ്ട്. അടുത്ത കാര്യത്തിലേക്ക് ആളുകൾ പോകും. ആണിന് ശസ്ത്രക്രിയ ചെയ്തിട്ട് പെണ്ണാകാം, പെണ്ണിന് അല്ലേ സെക്ഷൽ റീഅസൈൻമെന്റ് സർജറി എന്നവർ പറയുന്ന ശസ്ത്രക്രിയയിലൂടെ ആണിന് പെണ്ണും പെണ്ണിനാണും ഒക്കെയാകാം. ഇപ്പോൾ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആണ് പെണ്ണോ പെണ്ണാണോ ആവുകയില്ല എന്നത് വേറൊരു കാര്യം, ശാസ്ത്രീയമായി തന്നെ. അങ്ങനെയുള്ള ട്രാൻസ് വിമൺ എന്ന് പറയുന്ന അവർ പറയുന്ന ആണുങ്ങൾ പ്രസവിക്കില്ല, ട്രാൻസ്മെൻ എന്നവർ പറയുന്ന പെണ്ണുങ്ങൾ പ്രസവിക്കുകയില്ല, മറ്റവരിലൂടെ റീപ്രൊഡക്ഷനും നടക്കുകയില്ല. വേറെ കാര്യം. പക്ഷെ ഇതിപ്പോ ലിബറൽ ലോകം അംഗീകരിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇതിനെതിരൊക്കെ നമ്മൾ സംസാരിക്കുന്നത് തന്നെ വളരെ അപകടകരമായ കാര്യമാണ് ലോകത്ത്. അതിന്റെ പിന്നിലുള്ളത് നേരത്തെ അക്ബർ സാഹിബ് പറഞ്ഞതുപോലെ മുതലാളിത്തത്തിന്റെ താല്പര്യങ്ങളാണ്. അപ്പോ അങ്ങനെ ആകാമെങ്കിൽ മനുഷ്യന് വേറെ പലതും ആയിക്കൂടെ? ആ ചിന്തയും ഇന്ന് ലോകത്ത് വളരെ ശക്തമാണ്. സൈബോർഗുകൾ 2 തരത്തിലുണ്ട്. നമ്മളുടെ ശരീരത്തിൽ തന്നെ പലതരം യന്ത്രങ്ങൾ ഘടിപ്പിച്ചിട്ട് നമ്മൾ ഈ മനുഷ്യനല്ലാത്ത മറ്റൊരു മനുഷ്യനായിട്ട് മാറുക. ഒരുപക്ഷെ മരണമില്ലാത്ത, ഈ വിചാരങ്ങളില്ലാത്ത വേറെ മനുഷ്യൻ. അല്ലെങ്കിൽ അത് വേണ്ട, യന്ത്രത്തിൽ മനുഷ്യന്റെ സവിശേഷതകൾ അങ്ങോട്ട് സന്നിവേശിപ്പിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI-യുടെ സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ട് അതിനെ മനുഷ്യനാക്കി മാറ്റുക. അപ്പോഴും നമ്മൾ വേണ്ട. ഈ ഹോമോസാപ്പിയൻ എന്ന് സയൻസ് പറയുന്ന ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, ഭൂമിയിലേക്ക് ഞാൻ എൻ്റെ പ്രതിനിധിയായിട്ട് മനുഷ്യനെ പടച്ച് പറഞ്ഞയച്ചു എന്ന് അള്ളാഹു പറയുന്ന, ലോകത്തിലെ എല്ലാ മതങ്ങളും ദർശനങ്ങളും ആലോചിച്ചിട്ടുള്ള അടിസ്ഥാനമാക്കിയിട്ടുള്ള മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ ലിബറലിസത്തിൽ അവസാനിക്കും. വളരെ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ലിബറലിസം എന്ന് പറയുന്നത് മനുഷ്യനെതിരായ ഒരു ചിന്താ പദ്ധതിയാണ്. പോസ്റ്റ് ഹ്യൂമനിസം, മനുഷ്യാനന്തരത ഇന്ന് ലിബറൽ ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. ഫെമിനിസം ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്നത് സൈബോർഗ് ഫെമിനിസത്തിലാണ്. ഫെമിനിസത്തിന്റെ ഏറ്റവും വലിയ, ലിബറലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്താനമായ ഫെമിനിസത്തിന്റെ
ഏറ്റവും സ്ത്രീ വിരുദ്ധമായ ഒരാശയമാണത്. സ്ത്രീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലവർക്ക് താല്പര്യമില്ലെങ്കിൽ അവർക്കും നമ്മൾക്കുമിടയിൽ പൊതുവായിട്ടുള്ള പ്രകൃതി, ആ പ്രകൃതി നൽകിയിട്ടുള്ള സവിശേഷതകൾ, ആ സവിശേഷത എന്തോ ഒരു കുഴപ്പമാണെന്നും കിട്ടുന്ന ഒന്നാമത്തെ അവസരത്തിൽ പരിഹരിക്കേണ്ടുന്ന ഒരു പ്രശ്നമാണെന്നുമുള്ള ചിന്താധാരയാണ് അടിസ്ഥാനപരമായിട്ട് ഫെമിനിസം. അപ്പൊ അവരിപ്പോ ആലോചിക്കുന്നത് ഈ സൈബോർഗിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് പ്രസവിക്കാത്ത, കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതില്ലാത്ത സ്ത്രീയെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ്. അതൊന്നും ഈ മനുഷ്യന്റെ കാര്യമല്ലല്ലോ. അതൊന്നും അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായാൽ, അങ്ങനെ ഒരു പുരുഷനുണ്ടായാൽ അത് ഈ മനുഷ്യനായിരിക്കുകയില്ല എന്ന് വളരെ വ്യക്തമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒന്ന്, ഇതിൽ മുതലാളിത്ത താല്പര്യങ്ങളുണ്ട്. നേരത്തെ അക്ബർ സാഹിബ് അത് പറഞ്ഞു. കാരണം മനുഷ്യന്റെ ലൈംഗികത എന്ന് പറയുന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അതില് നിരവധി കച്ചവട സാധ്യതകളുണ്ട്. നമ്മളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യപ്പെടുന്നത് ലൈംഗിക സാഹിത്യങ്ങളും കലകളും, പോണോഗ്രഫി എന്ന് നമ്മൾ പറയുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് വലിയ ഒരു വ്യവസായമാണ് ലോകത്ത്. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കും മറ്റാദായവുമുള്ള ഒരു വലിയ വ്യവസായമാണ്. ഈ വ്യവസായത്തിന്റെ മുമ്പിലുള്ള വിലങ്ങുതടി എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാം പ്രത്യേകിച്ചും ലോകത്തിലെ എല്ലാ മതങ്ങളും പൊതുവില് ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ, അവരുടെ ബന്ധങ്ങൾക്കിടയിൽ ചില മറകളും മര്യാദകളും മുറകളുമൊക്കെ പാലിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ സ്വാധീനം മനുഷ്യരുടെയൊക്കെ മനസ്സുകളിൽ എന്തിനോ ദൈവത്തെയും മതത്തെയും നിഷേധിക്കുന്ന നിരീശ്വരവാദികളുടെ മനസ്സിൽ പോലും ഇതിന്റെയൊക്കെ സ്വാധീനങ്ങളുണ്ട്. സഹസ്രാബ്ദങ്ങളായി പ്രവാചകന്മാരും ഗുരുക്കന്മാരും ഋഷിവര്യന്മാരും മതത്തിന്റെ വക്താക്കളുമൊക്കെ പഠിപ്പിച്ച ഈ മര്യാദകളുടെ സ്വാധീനം. അപ്പോ ഇത് വലിയൊരു തടസ്സം. സെക്സ് ഇൻഡസ്ട്രിയെ വളർത്തുന്നതിലോ അതിന്റെ ഉൽപാദകരെ കിട്ടുന്നതിലും അതിന്റെ ഉപഭോക്താക്കളെ കിട്ടുന്നതിനും ഇത് തടസ്സമാണ്. ഇതിനെ തട്ടി നിരപ്പാക്കിയാൽ ഈ ഇൻഡസ്ട്രിയിലോ ഇനിയും ഒരുപാട് ഉൽപാദകരെ കിട്ടും. പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ ഒരുപാട് ഉപഭോക്താക്കളെയും ലഭിക്കും. അതിനാണ് നമ്മുടെ സ്കൂളുകളിൽ ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കേരള കമ്മ്യൂണിസ്റ്റുകൾക്ക് സ്വന്തമായിട്ട് ഇന്ന് പ്രത്യേകിച്ച് ഒരാശയവുമില്ല എന്നതിന് തെളിവാണ് മുതലാളിത്തത്തിന്റെയും മുതലാളിത്ത ലിബറലിസത്തിന്റെയും ജെൻഡർ ന്യൂട്രാലിറ്റി ആശയങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നമ്മുടെ സ്കൂളുകളിൽ നടപ്പിലാക്കിയത്. ആണിനും പെണ്ണിനും ഇടയിൽ അതിരുകളുണ്ട്. അതിന്റെ സ്വഭാവം എന്താ, രൂപം എന്താ എന്നതിലൊക്കെ തർക്കമുണ്ടാകാം. പക്ഷേ ഒരു അതിരും പരിധിയും ഉണ്ടാകണം. അതുണ്ടാകേണ്ടതില്ല എന്ന് പറയുന്നത് എന്തിനാണ്? അത് ഒരു മറ മനുഷ്യന്റെ മനസ്സ് തന്നെയുണ്ട്. ഈ മറയാണ് സെക്സ് ഇൻഡസ്ട്രിയുടെ മുമ്പിലുള്ള തടസ്സം. അതിനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇല്ലാതാക്കുക എന്നതാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പിന്നിലുള്ള അജണ്ട എന്ന് പറയുന്നത്. അതിന്റെ ആത്യന്തിക ഫലം ആണുങ്ങൾ പെണ്ണുങ്ങളെ, സ്ത്രീകളെ വ്യാപകമായിട്ട് ചൂഷണം ചെയ്യുക എന്നതാണ് എന്നത് മറ്റൊരു കാര്യം. അപ്പോ ഇത് മനുഷ്യനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരാശയമാണ്. മനുഷ്യരാശി ഇത് ഇസ്ലാമിന്റെയോ മുസ്ലിം സമുദായത്തിന്റെയോ മാത്രം പ്രശ്നമല്ല. മനുഷ്യരാശി നിലനിൽക്കണമെങ്കിൽ ലിബറലിസത്തെ പിടിച്ചു കെട്ടിക്കൊണ്ട് മാത്രമേ മനുഷ്യരാശി നിലനിൽക്കുകയുള്ളൂ. ലിബറലിസത്തിന്റെ വിജയമെന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ, ഹ്യൂമൻ കൈൻഡിന്റെ, ഹോമോസാപ്പിയന്റെ അന്ത്യമായിരിക്കും. ഹോമോസാപ്പിയൻ എത്രയും പെട്ടെന്ന് അവസാനിക്കേണ്ടതാണ് എന്ന് പറയുന്ന എത്തീസ്റ്റുകളെ, പരിണാമവാദികളെ ലിബറൽ ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയും. മലയാളത്തിലൊക്കെ പരിഭാഷപ്പെടുത്തപ്പെട്ട യുവോ നോവോ ഹരാരിയുടെ സാപ്പിയൻസ്, ഹോമോ ദിയൂസ് എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന, വളരെ മനോഹരമായ ഭാഷയിൽ എഴുതപ്പെട്ട ആ പുസ്തകങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന ആശയം ഈ മനുഷ്യൻ ആവശ്യമില്ല, ഇനി സൈബോർഗുകളുടെ ലോകമാണ്, കാലമാണ്, യുഗമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ലിബറലിസത്തിനെതിരായ പോരാട്ടം കമ്മ്യൂണിസ്റ്റുകളും ഇന്ന് കൂട്ടുചേർന്നിരിക്കുന്ന, അതിന്റെ നടത്തിപ്പ് ഏജൻസി ഏറ്റെടുത്തിരിക്കുന്ന, കമ്മ്യൂണിസ്റ്റുകൾ ഉൾപ്പെടെ ഏറ്റെടുത്തിരിക്കുന്ന നമ്മുടെ സ്കൂളുകളിൽ, NSS, അതേപോലെ കുടുംബശ്രീ പോലുള്ള സർക്കാർ സ്പോൺസേർഡ് NGOകളിലൂടെ എല്ലാം അവര് ഈ ആശയമാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം തകർന്നു പോകുമെന്നതല്ല പ്രശ്നം, മറിച്ച്
അതിലൂടെ മനുഷ്യരാശിയില്ലാതായി തീരും. മനുഷ്യരില്ലാത്ത ഒരു ലോകത്തെയാണ് ആത്യന്തികമായിട്ട് അത് സൃഷ്ടിക്കുക. നേരത്തെ ഇവിടെ അക്ബർ സാഹിബ് പറഞ്ഞതുപോലെ അവിടെ മനുഷ്യന് വേണ്ടിയുള്ള പ്രതിപക്ഷമാരാണ്? അതാണ് ഇസ്ലാം. ഇസ്ലാം ഇവിടെ പൊരുതുന്നത്, ഇസ്ലാം ഇവിടെ സംവാദം നടത്തുന്നത് ഒരു സമുദായത്തിന് വേണ്ടിയല്ല, മനുഷ്യരാശിക്ക് വേണ്ടിയാണ്. അതിനുവേണ്ടി കളിക്കാൻ, അല്ലെ, ആ പക്ഷത്ത് നിൽക്കാൻ, ആ പക്ഷത്തെ പ്രതിനിധീകരിക്കാൻ ലോകത്താരെങ്കിലും വേണം. ലോകത്തിലെ എല്ലാ മതങ്ങളും കമ്മ്യൂണിസം ഉൾപ്പെടെയുള്ള പ്രത്യയശാസ്ത്രങ്ങളും യുക്തിവാദവുമെല്ലാം ലിബറലിസത്തിന്റെ മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങിയ ഒരു കാലത്ത് അതിനെ പ്രതിരോധിക്കാൻ, പിടിച്ചുകെട്ടാൻ ലോകത്തിൽ ആരെങ്കിലും എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ട്. ആ എഴുന്നേറ്റ് നിൽക്കുന്ന ആശയമാണ് അതിന് കരുത്തും ശേഷിയുമുള്ള. കാരണം ഇസ്ലാമിന് ലോകത്തെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, നന്മ തിന്മകളെക്കുറിച്ച്, ആണിനെക്കുറിച്ച്, പെണ്ണിനെക്കുറിച്ച്, ആണിനും പെണ്ണിനുമിടയിലുള്ള ബന്ധങ്ങളെക്കുറിച്ചൊക്കെ വളരെ സുനിശ്ചിതമായ, സുനിർണിതമായ, സർവകാലികമായ, സർവജനീനമായ ആശയങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, അഖീദയുണ്ട്, ശരീഅത്തുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യവിരുദ്ധമായ, മുതലാളിത്തത്തിന്റെയും സാമ്രാജ്യത്വത്തിൻ്റെതുമായ ഈ ആശയത്തെ പിടിച്ചുകെട്ടാൻ ഇസ്ലാമിന് സാധിക്കും. അതിന്റെ സംഘർഷമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതില് നമ്മൾ മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കണോ അതല്ല മനുഷ്യവിരുദ്ധതയുടെ പക്ഷത്ത് നിൽക്കണോ എന്നതാണ് പ്രശ്നം. അല്ലാതെ കേവലം ഇസ്ലാമിന്റെയും മുസ്ലിം സമുദായത്തിന്റെയും കൂടെ നിൽക്കണോ, അതിന്റെ എതിർപക്ഷത്ത് നിൽക്കണോ എന്നതല്ല. മറിച്ച് ആത്യന്തികമായി ഈ പോരാട്ടം, ഈ യുദ്ധം മനുഷ്യപക്ഷവും മനുഷ്യവിരുദ്ധ പക്ഷവും തമ്മിലുള്ള പോരാട്ടമാണ്. അവിടെ മനുഷ്യനെയും മനുഷ്യത്വത്തെയും മാനവികതയും സംരക്ഷിക്കുവാൻ ശേഷിയുള്ളത് ഇസ്ലാമിനാണ്. മൗലാന അബുൽ ഹസൻ അലി നദ്വിയുടെ വിഖ്യാതമായ ഒരു പുസ്തകത്തിന്റെ തലക്കെട്ടുണ്ട്, മാദാ ഖസ്റൽ ആലമു ബിഇൻഹിതാത്തിൽ മുസ്ലിമീൻ. മുസ്ലിങ്ങളുടെ തകർച്ച കൊണ്ട് ലോകത്തിന് നഷ്ടപ്പെട്ടതെന്താ? മുസ്ലിങ്ങളുടെ തകർച്ച എന്ന് പറയുന്നത്, ഇസ്ലാമിനുണ്ടാകുന്ന തിരിച്ചടി എന്ന് പറയുന്നത്, അത് ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ എതിരായി ഉള്ളത് മാത്രമല്ല, അത് മനുഷ്യരാശിയെ തന്നെ ബാധിക്കുന്നത്, മനുഷ്യരാശിക്കെതിരെയുള്ളതാണ്. ഇസ്ലാം ലോകത്ത് നിലനിൽക്കും. അതിന്റെ കാരണം നേരത്തെ അക്ബർ സാഹിബ് പറഞ്ഞതുപോലെ അത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്, അത് ഹക്കാണ്. അത് മറ്റൊരു കാരണം കൂടിയുണ്ട്, ജനത്തിന്, മനുഷ്യർക്ക് ഉപകാരമുള്ളത്, മാനവികതയെ സംരക്ഷിക്കുവാൻ ശേഷിയുള്ളത് അത് ഭൂമിയിൽ ബാക്കിയാവും. അതുകൊണ്ട് ഇസ്ലാമാണ് ബാക്കിയാവുക, ലിബറലിസം അല്ല ബാക്കിയാവുക. ഇസ്ലാമിന്റെ ഒപ്പം മാനവികതയും നിലനിൽക്കും, ലിബറലിസത്തിന്റെ ഒപ്പം മനുഷ്യനും മരിക്കും, മാനവികത ഇല്ലാതായി തീരും. അതുകൊണ്ട് ഈ ചോദ്യം നിങ്ങൾ എത്തീസത്തിന്റെയും ലിബറലിസത്തിന്റെയും കൂടെ നിന്ന് മനുഷ്യനെതിരായ പക്ഷത്ത് നിൽക്കണോ, ഇസ്ലാമിന്റെയും അതിന്റെ മൂല്യങ്ങളുടെയും കൂടെ നിന്ന് മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കണോ എന്ന ചോദ്യമാണെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.